ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 7. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. വിവർത്തനം. അല്ലയോ കുന്തിനന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം: സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോ ഗുണത്തിൻ്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോ ഗുണമെന്ന് പറയുന്നു. ഈ രജോ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതിവരാതാവും. രജോ ഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒരു ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോ ഗുണത്തിൻ്റെ ഉത്പന്നങ്ങളാണ്. ഇവയ്ക്കു വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തൻ്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു എന്നിവിടെ ഊന്നിപ്പറഞ്ഞത്. ഭാര്യ മക്കളെയും സമൂഹത്തെയും സന്തോഷിപ്പിക്കാനും തൻ്റെ അന്തസ്സ് നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോ ഗുണബാധിതമെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോ ഗുണത്തിൻ്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിൽ അധിഷ്ഠിതമാണെന്നാണ് കരുതിപ്പോന്നത്. സത്വഗുണത്തിലുള്ളവർക്ക് പോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോ ഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്തു പറയാനാണ്? ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.